കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊലപാതക കേസിൽ പ്രതി ഉമ്മർ ഫാറൂഖ് കൊച്ചിയിൽ പിടിയിൽ. കൊലപാതകത്തിന് മുൻപ് നടന്ന ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് പ്രതിയെന്ന് NIA. ഇതോടെ കേസിൽ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ എണ്ണം 25ആയി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, പ്രവീൺ നെട്ടാരു കൊലക്കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി പിടിയിലാകുന്നു. അത് കൊച്ചിയിൽ വെച്ച്. എപ്പോൾ, എന്താണ് NIA പറയുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സുരക്ഷിത താവളമായി കേരളം ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് കൃഷ്ണരാജ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അറസ്റ്റ്. ഇത് രണ്ടാം തവണയാണ് ഇതേ കേസിൽ രണ്ട് പ്രതികളെ കൊച്ചിയിൽ നിന്ന് പിടികൂടുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഉമർ ഫാറൂഖ് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ്. ഒപ്പം തന്നെ ഈ ഗൂഢാലോചന നടത്തിയത് കർണാടകയിലെ സുള്ളിയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ വെച്ചായിരുന്നു. മറ്റൊന്ന്, ഈ BJP പ്രവർത്തകരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വാഹനം വിട്ടുകൊടുത്തതും ഇയാളാണ്. അതുപോലെ തന്നെ ഈ കേസിലെ സംരക്ഷിത സാക്ഷിയെ വധിക്കാൻ, ആ സാക്ഷിയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതിലെ പ്രതി കൂടിയാണ്. അതിൻ്റെ ഗൂഢാലോചനയും ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് NIA പറയുന്നത്. മാത്രമല്ല, ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. അതിനൊപ്പം ഏതാണ്ട് 4 ലക്ഷം രൂപ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് 4 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൊടും ഭീകരൻ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഉമർ ഫാറൂഖ് എന്ന് പറയുന്നത്. ഉമർ ഫാറൂഖ് കുറേ നാളുകളായി കൊച്ചിയിൽ തന്നെയായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഭവമാണ്. നേരത്തെയും ജൂലൈയിലാണ് ഇതുപോലെ കൊച്ചിയിൽ നിന്ന് തന്നെ മറ്റൊരു പ്രതി കൂടി അറസ്റ്റ് ആയിരിക്കുന്നത്. ഇതോടകം 25 പേരെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. അവർ ഈ കേരളത്തിൽ തന്നെയാണ് ഉണ്ട് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ NIA അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ സൗത്ത് ഇന്ത്യ ഒട്ടാകെ വലിയ രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഈ പ്രവീൺ നെട്ടാരുവിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഗൂഢാലോചന നടത്തി നടപ്പാക്കിയ ഒന്നായിരുന്നു. അതിനുശേഷം വ്യാപകമായിട്ടുള്ള അക്രമങ്ങളിലേക്കും കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിയിരുന്നു. ഈ സംഭവമാണ് NIA അന്വേഷിക്കണമെന്ന നിരന്തരമായിട്ടുള്ള ആവശ്യത്തെ തുടർന്ന് NIA അന്വേഷണം ഏറ്റെടുക്കുകയും ഇപ്പോൾ 25 പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. 2 പ്രതികൾ കൂടി ഇനി പിടികൂടാനുണ്ട്. കൃഷ്ണരാജ്. ശരി.